മലയാള സിനിമയുടെ അത്ഭുതങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഇരുവരും ഒന്നിച്ച് നിരവധി സിനിമകൾ ചെയ്തിട്ടുമുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു സിനിമയ്ക്കായി ആരാധകർ ഏറെ നാളായി കാത്തിരിക്കുകയുമാണ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് ഇരുവരും ഒന്നിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. MMN എന്നാണ് താൽക്കാലികമായി ചിത്രത്തിന് പേരിട്ടിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. MD വാസുദേവൻ നായരുടെ തിരക്കഥയിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പ്രധാന വേഷങ്ങളിൽ ആലോചിച്ച ഒരു സിനിമയെക്കുറിച്ചാണ് ഇപ്പോൾ സംവിധായകൻ സിബി മലയിൽ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സതയം എന്ന ക്ലാസിക് ചിത്രത്തെക്കുറിച്ച് സംസാരിക്കവെയായിരുന്നു സിബി മലയിൽ നടക്കാതെ പോയ ഒരു സിനിമയെക്കുറിച്ചും വെളിപ്പെടുത്തിയത്. MD സാറുമായി ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും തനിക്കറിയില്ലായിരുന്നുവെന്ന് സിബി മലയിൽ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. വിദൂര സ്വപ്നത്തിലും അതുണ്ടായിരുന്നില്ല എന്നും സംവിധായകൻ വ്യക്തമാക്കുന്നു. ഒരിക്കൽ 7 Hours വിജയകുമാർ ആയിരുന്നു തന്നോട് MD വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഒരു സിനിമ പ്ലാൻ ചെയ്താലോ എന്ന് ആലോചിക്കുന്നത്. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയുടെ വിതരണക്കാർ അവരായിരുന്നതിന്റെ പരിചയവും ഉണ്ടായിരുന്നു. എനിക്കത് അത്ഭുതമായിരുന്നു. അദ്ദേഹത്തെ സമീപിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. വിജയകുമാർ MDയോട് ഒരു തിരക്കഥ ചോദിക്കാമെന്ന് വ്യക്തമാക്കി. ജൂലിയസ് സീസർ ചെയ്യാമെന്ന് MD പറയുകയും ചെയ്തു. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വെച്ച് ഒരു സിനിമ ചെയ്യാം എന്നായിരുന്നു ആലോചന. അത് എന്റെ കയ്യിലൊതുങ്ങുന്ന സിനിമയാണെന്ന് തോന്നിയിരുന്നില്ല. എന്നാലും MDയും വിജയകുമാറും ഒന്നിച്ചുള്ളതിനാൽ സിനിമയുമായി കുറച്ച് മുന്നോട്ട് പോയി. ലൊക്കേഷനൊക്കെ കാണാൻ പോയിരുന്നു. മൈസൂർ കൊട്ടാരമൊക്കെയായിരുന്നു സന്ദർശിച്ചത്. കാസ്റ്റിംഗ് ആയപ്പോൾ വലിയ ബജറ്റ് സിനിമയായി. മലയാളത്തിൽ അന്ന് അത്ര ബജറ്റുള്ള സിനിമയെടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അത് വേണ്ടെന്ന് വയ്ക്കുന്നത്. MD സാറിനൊപ്പം ഒരു സിനിമയെന്ന എന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകില്ല എന്ന് ചിന്തിച്ചു. അപ്പോഴാണ് ശത്രു എന്ന കഥ സിനിമയാക്കിയാലോ എന്ന് എന്നോട് MD വാസുദേവൻ നായർ ചോദിക്കുന്നത്. അതാണ് സതയം എന്ന സിനിമയായി മാറിയത്. സതയം പ്രയത്നമെടുത്ത് ചെയ്ത ഒരു സിനിമയാണെന്നും സിബി മലയിൽ അഭിമുഖത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.